രാഹുൽ കെ വി കൂടി ചേരുന്നുണ്ട്. രാഹുൽ, നിലവിൽ ഇപ്പോൾ എത്ര ഫയർ എഞ്ചിനുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്? ഏറെക്കുറെ അല്ലേ നിയന്ത്രണവിധേയമെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് വന്നോ? ദിവിഷ് 4 മണിക്കൂർ കഴിയുമ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. കോഴിക്കോട്ടെ വൻ തീപിടുത്തം അതിന് നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ്. മറ്റു കെട്ടിടങ്ങളിലേക്കൊക്കെ പടരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. രാഹുൽ, എന്താണ് അനൗൺസ് ചെയ്യുന്നത്? എന്താണ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്? അവിടെ ഷോപ്പിലേക്ക് തീ പടരുകയും ചെയ്തിരുന്നു. അതുകൂടി ദിവിഷ്, അത് പൊതുജനങ്ങൾക്ക് ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾ പിരിഞ്ഞു പോകണം. അഗ്നിരക്ഷാസേനയുടെ ഈ ഫയർ എഞ്ചിനുകൾ ഇപ്പോഴും അതിവേഗത്തിൽ തന്നെ കുതിച്ചെത്തുന്നു, വെള്ളം തീരുന്ന മുറയ്ക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് തടസ്സമാകുന്ന രീതിയിൽ കൂട്ടം കൂടി നിൽക്കരുത്. പോലീസ് ഇവിടെ വടം കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മാത്രമേ പൊതുജനങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് തന്നെയാണ് ആവർത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ തീപിടുത്തം 4 മണിക്കൂർ പിന്നിടുന്ന സമയത്ത് നമുക്ക് ആശ്വാസത്തിന്റെ വിവരങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ തൊട്ടടുത്ത് തന്നെയുള്ള നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് പോലും തീ പടർന്നേക്കുമെന്നൊരു ആശങ്ക നിലനിന്നിരുന്നു. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതലായി ഈ ഫയർ എഞ്ചിനുകൾ നിരനിരയായി നിർത്തി. ഒപ്പം എയർപോർട്ടിൽ നിന്ന് വന്ന വലിയ സംവിധാനം ഫയർ എഞ്ചിൻ കൂടി ഉപയോഗിച്ച ആ മേഖലയിലേക്ക് വെള്ളം കൂടുതലായി അടിച്ച് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഒപ്പം തൊട്ടടുത്ത റൗണ്ട് ഷേപ്പിലുള്ള കെട്ടിടമാണ്. അതിന് അകത്ത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ പോയി അവിടെ നിന്ന് പുറത്തേക്ക് വെള്ളം അടിച്ച് അങ്ങോട്ടേക്ക് പടരുന്ന ഒരു സാധ്യത ഇല്ലാതാക്കിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആശ്വാസകരമാണ്, നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും കെട്ടിടത്തിനകത്ത് ഇപ്പോഴും തീജ്വാലകൾ ഉയരുന്നത് കാണാൻ കഴിയും. ആ മധ്യഭാഗത്ത് തന്നെ അകത്തായി കൂടുതൽ തീ ഇപ്പോഴും ഉണ്ട്. ദിവിഷ്, വെള്ളം അടിച്ച് കെട്ടിടത്തിനകത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വലിയ പ്രതിസന്ധിയായി നിന്നത്. ഇപ്പോൾ ഏതായാലും മണ്ണുമാന്തി യന്ത്രം അതുപോലെ ലാഡർ സഹായത്തോടു കൂടി ഉദ്യോഗസ്ഥർ 2ാം നിലയുടെ ആ ഭാഗത്തേക്ക് എത്തി ഈ ഫ്രെയിം വർക്കുകൾ ഒപ്പം അവശേഷിച്ചിരുന്ന തടസ്സമായി നിന്നിരുന്ന സാധനങ്ങളൊക്കെ തകർത്ത് അകത്തേക്ക് വെള്ളം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ തീ നിയന്ത്രണ വിധേയമായി മാറുകയും ചെയ്തത്. കൂടുതൽ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തുണ്ട്. മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടർന്നു പോയിരുന്നു. അതുകൊണ്ട് അവിടെ മണ്ണുമാന്തി യന്ത്രം വന്ന് അതിന്റെ ഫ്രെയിം വർക്കൊക്കെ തകർത്തതിന് ശേഷമാണ് അതിലേക്ക് വെള്ളം ഒഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നു കൂടിയാണ്. മെഡിക്കൽ ഷോപ്പ് കത്തിപ്പോയിരുന്നെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തതിന് എന്തായാലും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.